അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ അമലുകൾ ചെയ്യുന്നതിന്റെ മഹത്വം പറഞ്ഞു തരുന്നത് അത് ചെയ്യുന്ന വിശ്വാസികൾക്ക് കൂടുതൽ താല്പര്യവും ആ വിഷയം ഇതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലേക്ക് കൂടുതൽ മനസ്സുകൊണ്ട് ഒരു അടുപ്പവും ഉണ്ടാകും. അങ്ങനത്തെ അതുകൊണ്ടാണ് ഫضലുകളെ കുറിച്ച് പറയുന്നത്. ഫളായിൽ നിസ്കാരത്തിന്റെ ഫضലാണ്. നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്, ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ട്, നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഇടക്കിടക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ്, അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന ഇബാദത്താണ് നിസ്കാരം. എല്ലാ മനുഷ്യരും നിർബന്ധമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ ചില ഹദീസുകൾ നമുക്ക് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, എന്താ നിങ്ങളുടെ അഭിപ്രായം? ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ വാതിലിലൂടെ ഒരു പുഴ ഒഴുകുന്നു. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ, അതോ ഒരാളുടെ വീടിന്റെ അടുത്ത് പുഴ ഉണ്ട്. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മർറാത്തിൻ, ഓരോ ദിവസവും 5 പ്രാവശ്യം അയാൾ ആ പുഴയിൽ നിന്ന് കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? ഖാലു ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, നബിയെ ഒന്നും ബാക്കിയാവില്ല. എന്ത് ചളിയ പിന്നെ ബാക്കിയാവും 5 നേരം കുളിച്ചാൽ? ഖാല, അപ്പൊ നബി പറഞ്ഞു, ഫദാലിക മസലു അസ്സലവാത്തിൽ ഖംസ്, 5 നിസ്കാരങ്ങളുടെ ഉദാഹരണം അതാണ്. യംഹുല്ലാഹു ബിഹിന്ന അൽ ഖതായ, അള്ളാഹു ആ 5 ഫർളായ നിസ്കാരങ്ങൾ കൊണ്ട് മനുഷ്യന്റെ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. അപ്പോ ആത്മീയമായി ഒരു കേവലം ഒളുവെടുത്ത് ശുദ്ധിയാവല് മാത്രമല്ല, മനുഷ്യൻ 5 നേരം നമസ്കരിക്കുമ്പോൾ ആത്മീയമായ ഒരു ഉണർവ്, ആത്മീയമായ ഒരു ശുദ്ധീകരണം, ആത്മീയമായ ഒരു സംസ്കരണം ഉണ്ടാകുന്നു. അപ്പൊ നിസ്കാരം മനുഷ്യന് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആത്മീയമായി സംസ്കരിക്കപ്പെട്ടാൽ അതിലേക്ക് തെറ്റുകൾ വരുന്നത് കുറയും. യഥാർത്ഥമായി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, മഖബൂലായ നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ, അയാൾ തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കാൻ, മുൻകറായ ഫാഹിഷായ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്വാഭാവികമായ ഒരു അവസ്ഥ ഇയാൾക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. عن عثمان بن عفان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ളുറുഹു സലാത്തുൻ മക്തൂബ فيحسن وضوءها وخشوعها وركوعها إلا كانت كفارة لما قبلها من الذنوب ما لم تؤت كبيرة وذلك الدهر كله. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടു എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം, തഹ്ളുറുഹു സലാത്തുൻ മക്തൂബ, ഒരു ഫർളായ നിസ്കാരത്തിന് അയാൾ ഹാളിറാകുന്നു. സലാത്തുൻ മക്തൂബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, കിതാബ് മക്തൂബ എഴുതപ്പെട്ട അഥവാ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിൽ അയാൾ പങ്കെടുത്തു. ഫയുഹ്സിനു വുളൂഅഹ, അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നന്നായി മനോഹരമായി ഉളു ചെയ്തു എന്ന് പറഞ്ഞാൽ, ഉളു മനോഹരമാകുന്നത് അതിന്റെ എല്ലാ സുന്നത്തുകളും എടുത്ത് കൃത്യമായ ബോധത്തോടുകൂടി, അതിന്റെ ഇടയിൽ 3 പ്രാവശ്യം കഴുകിയോ ഇന്നത് എന്ന് ചോദിച്ചാൽ ആ എന്ന് പറയാൻ കഴിയുന്ന ആ ദിക്റുകളൊക്കെ ചൊല്ലി, അതാണ് കൈകാലുകൾ കയറ്റി കഴുകി അമിതമായ വെള്ളം ചെലവഴിക്കാതെ ഭയഭക്തിയോടുകൂടിയുള്ള ഉളു എടുത്തു. വഖുശൂഅഹ, നല്ല ഭയഭക്തിയോടുകൂടി നിസ്കരിച്ചു. വറുകൂഅഹ, നന്നായി ശരിയായ രീതിയിൽ റുക്കൂ ചെയ്തു, അങ്ങനെ ഓടിപ്പാഞ്ഞൊന്നും ചെയ്തില്ല. എന്നാൽ ഇല്ല ഖാനത് കഫാറതൻ ലിമാ ഖബ്ലഹ മിനൽ ദുനൂബ്, മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങൾക്കുമുള്ള കഫാറത്താണ് യഥാർത്ഥത്തിൽ ശരിയായ ഒരു രീതിയിൽ നിസ്കാരം. അപ്പൊ കേവലം ഒരു ഫർള് വീട്ടുക എന്നുള്ള ബാധ്യത നിർവഹിക്കൽ മാത്രമല്ല, പാപങ്ങൾക്കുള്ള കഫാറത്തും പ്രായശ്ചിത്തവും നടന്നു. മാലം തുഅത കബീറ, വലിയ വൻപാപം ചെയ്യാത്ത കാലത്തോളം. വദാലിക ദഹ്റ കുല്ലുഹു, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. വൻപാപം ചെയ്താൽ അതിന് തൗബ ചെയ്യണം. ബാക്കിയുള്ള എല്ലാ കുറ്റങ്ങളും ശരിയായ രീതിയിൽ ഉളു എടുത്ത് നല്ല രീതിയിൽ നിസ്കരിക്കപ്പെടുന്ന ഒരു നിസ്കാരം മനുഷ്യന്റെ എല്ലാ തെറ്റുകളും പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് നബി ഹദീസിലുണ്ട്, എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കും, നിസ്കാരം അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ്, കഫാറത്താണ് എന്ന് പറഞ്ഞത്. عن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി തങ്ങൾ പറഞ്ഞു, മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ചില നിസ്കാരങ്ങൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മൻ സല്ലൽ ബർദൈൻ, ആരെങ്കിലും ബർദൈൻ നിസ്കരിച്ചാൽ. ബർദൈൻ എന്ന് പറഞ്ഞാൽ സുബ്ഹി, അസ്സലാത്ത് സുബ്ഹ് വൽ അസ്ർ, അസ്ർ നിസ്കാരം സുബ്ഹി നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ ദഖലൽ ജന്ന. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നിസ്കരിച്ചാലും സ്വർഗത്ത് കടക്കൂല എന്നല്ല, ഇതിന്റെ പ്രത്യേകം ആളുകൾ സുബ്ഹി നിസ്കാരം, പലർക്കും 4 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരാന്ന് പറയേണ്ടി വരും ചിലരെ കുറിച്ച്. സുബ്ഹി കിട്ടൂല. സുബ്ഹിയുടെ മുമ്പ് സുബ്ഹിക്ക് എഴുന്നേറ്റ് ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന അതിന്റെ ഒരു മഹത്വം, അത് വളരെ ഗൗരവമായിട്ട് കാണുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളും ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കാരത്തിന് നേരത്തെ എഴുന്നേറ്റ് ബാങ്ക് സുബ്ഹി ബാങ്കിന്റെ മുമ്പ് തന്നെ ഉണർന്ന് സുബ്ഹി ബാങ്ക് കേൾക്കാൻ ഒരു തൗഫീഖ് ഉണ്ടാകണം. കാരണം അതിലാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പ്രത്യേകം പറയുന്നത്. അങ്ങനെ കേട്ട് സുബ്ഹി നിസ്കരിക്കാൻ. അതുപോലെ തന്നെ അസ്ർ നിസ്കാരം പലർക്കും വിട്ടുപോകുന്ന നിസ്കാരമാണ്. പ്രത്യേകിച്ചും ഈ ക്യാമ്പസുകളിലൊക്കെ പോകുന്ന കുട്ടികൾ, അവരുടെ ലുഹറും അസറും വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ അടുത്ത് ഒരു സുഹൃത്ത്, വലിയൊരു സ്ഥാപനം നടത്തുന്ന കോട്ടക്കലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത്, വലിയൊരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് വലിയ ആളുകൾക്ക് ഭൗതികമായ അമിതമായ താല്പര്യമുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് അതിന് കുറെ രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ചേർക്കുന്നു. ഈ കൊണ്ടുവന്ന രക്ഷിതാക്കൾ, ഒരു രക്ഷിതാവ് പോലും ഇവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ സ്കൂളിൽ ചേർക്കുമ്പോൾ, കലാലയങ്ങളിൽ പറഞ്ഞേക്കുമ്പോൾ അത് ഒരു രക്ഷിതാവിന്റെ ബാധ്യതയാണ്. മാത്രമല്ല ആ കുട്ടിന്റെയും ബാധ്യതയാണ്. ലോഹറും ആസറും എങ്ങനെ നിസ്കരിക്കും? അങ്ങനെ നിസ്കരിക്കാൻ കഴിയാത്ത എത്രയോ സ്കൂളുകളുണ്ട്, എത്രയോ സ്കൂളുകളും എത്രയോ കോളേജുകളുണ്ട്. ചിലപ്പോൾ അവരുടെ നിയമപ്രകാരം സമ്മതിക്കും. ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം തരണം എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് പറയാം, അങ്ങനെ എല്ലാ മതക്കാരും ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക? നല്ല ആൾക്ക് ചോദിച്ചാല് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എത്രയോ കോളേജ്, ഒരു സൗകര്യവും അടുത്ത് പരിസരത്തൊന്നും ഒരു സൗകര്യവും ഇല്ലാത്ത എത്രയോ കോളേജുകൾ അറിയാം. പക്ഷെ അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു. ഈ രക്ഷിതാക്കളൊന്നും അതിനെക്കുറിച്ച് ധാരണ ആവുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ അതിന് നിർബന്ധമായ ഒരു മനുഷ്യന് കേവലമായി ഈഹ ജീവിതത്തിൽ മാത്രം കഴിഞ്ഞു പോകുന്ന ഒരു സാധനത്തിനപ്പുറം പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക്, പരലോക ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ ഫർളുകൾ നിർവഹിക്കുന്ന ഒരു സംവിധാനമെങ്കിലും ഇപ്പൊ മിക്കവാറും പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ചും ആൺകുട്ടികളും പെൺകുട്ടികളും മക്കൾ, രക്ഷിതാക്കൾ ചോദിക്കണം, ലോഹറും അസറും നിസ്കരിക്കുന്നുണ്ടോ, അതിന് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അല്ലെങ്കിൽ പാരന്റ്സിനോ രക്ഷിതാക്കളുമായി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അപ്പോ പ്രത്യേകിച്ചും അസറും ലോഹറും കുട്ടികൾ സ്കൂളിൽ നിന്ന് കളാക്കുന്നു. സ്ഥാപനങ്ങൾ, കലാലയങ്ങളിൽ പോകുമ്പോൾ, ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ എങ്ങനെ ഇപ്പൊ അവിടെ നിസ്കരിക്കാം? അതിന് സൗകര്യം കണ്ടെത്തണം. കാരണം ഇത് നിർബന്ധമാണ്. മനുഷ്യൻ ബാക്കിയുള്ള എല്ലാ നിർബന്ധമായ ബാത്റൂം പോലും മുടങ്ങൂല. ഭക്ഷണം കഴിക്കാൻ നമ്മൾ സൗകര്യം കണ്ടെത്തിയിട്ടുണ്ടാവും. ഈ ജോലിക്ക് എത്താൻ തന്നെ നമ്മൾ സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ ഇത് നിർബന്ധമായ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിൽ എണ്ണുമ്പോഴാണ് അപ്പൊ അതിന് കാരണങ്ങൾ, അതിന് സൗകര്യങ്ങൾ തേടാം. അപ്പൊ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹിയും അസറും വളരെ പ്രധാനമായി ഉള്ള നിസ്കാരമാണ്. അപ്പോൾ മനുഷ്യൻ കൂടുതൽ ഖളാ ആകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകം പറഞ്ഞത്. ഞാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരു പ്രത്യേകത കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി, രാത്രിയിലും വ മലായികത്തും ബിന്നഹാരി, പകലിലും മലക്കുകൾ ഇങ്ങനെ ഊഴം വെച്ച് വരും. അഥവാ രാത്രിയിൽ വന്ന മലക്കുകൾ പകല് പോകും, പകൽ വന്ന മലക്കുകൾ പോകും. അപ്പൊ ഇതെപ്പോഴാ ഊഴം മാറുന്ന സമയം, ഷിഫ്റ്റ് മാറുന്ന സമയം എപ്പോഴാ? വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വ സ്വലാത്തിൽ അസ്ർ, സുബ്ഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും രാത്രിക്കും പകലിനും വേണ്ടി വരുന്ന മൊത്തം മലക്കുകൾ ആ സമയത്ത് ഉണ്ടാവും. പിന്നെ രാത്രി വന്ന ആളുകള് അവര് കയറിപ്പോകും, ആകാശത്തേക്ക് കയറിപ്പോകും. നമ്മുടെ ആത്മീയമായ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. അപ്പോ പകല് വന്ന ആളുകൾ ഫയസ് അലുഹുമുല്ലാ, അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും, ബഹു ആലമു ബിഹിം, അള്ളാഹ്ക്ക് എന്നെ നന്നായി അറിയാം. പക്ഷെ പണ്ട് മലക്കുകൾ ചോദിച്ചിരിക്കണല്ലോ, എന്തിനാ ഇങ്ങനെ ഇബാദത്തിന് എങ്ങനെ ആൾക്കാരെ പറഞ്ഞേക്കുന്നത്? കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ എങ്ങനെ വിട്ടേച്ച് പോകുന്നത്? നിങ്ങൾ വരുമ്പോ എന്താ അടിമകളുടെ അവസ്ഥ? ഫയഖൂലൂൻ, അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവിടെ ഒഴിവാക്കി പോരുമ്പോ അവർ നിസ്കരിക്കായിരുന്നു. അത്തൈനാഹും വഹും യുസല്ലൂൻ, വൈകുന്നേരം സമയത്ത് അവർ വരുമ്പോ അത്തൈനാഹും വഹും യുസല്ലൂൻ, ചെന്നപ്പോഴും അവർ നിസ്കരിക്കാൻ. ഇതുകൊണ്ട് രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചെല്ലുന്നതിന്റെ പ്രാധാന്യം പോലും അതാണ്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ദിക്റൊക്കെ ചെല്ലുമ്പോൾ. അപ്പോ ഇതും രാവിലെയും വൈകുന്നേരവുമുള്ള സുബ്ഹിയുടെയും അസ്റിന്റെയും
സമയത്തെ വളരെ പ്രാധാന്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ബുറൈദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറക സ്വലാത്തൽ അസ്ർ ഫഖദ് ഹബിത അമലു. അസ്ർ നിസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ അമല് തന്നെ ബാത്തിലായി പോയിരിക്കുന്നു എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ, ബോധത്തോടുകൂടി നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.